A semicircular arch of radius r carries a UDL of intensity W per unit length over its entire horizontal span. Determine the reaction of support and maximum bending moment in the arch. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 3 hinge ആർച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 2 3 hinge ആർച്ചാണ്. അതുപോലെ തന്നെ UDL എൻ്റയർ സ്പാനിൽ ആക്ട് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് റേഡിയസ് ബേസിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ആറാണ്. ഇതും ആറാണെന്നുള്ള രീതിയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ സപ്പോർട്ട്സിൻ്റെ റിയാക്ഷൻസ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദി ആർച്ച്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നതനുസരിച്ച് ഫിഗർ വരച്ചു. ഇനി ആദ്യം നോക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള രണ്ട് റിയാക്ഷൻസാണിത്, സപ്പോർട്ട് റിയാക്ഷൻസാണ്. വി എ വി ബി ദെൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ ആർച്ചിന് കോമൺ ആയിട്ടൊരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടീഷൻ പോലെ തന്നെയാണ്. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു, ഇവിടെ യു ഡി എൽ ആണ് വരുന്നത്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു ആ സ്പാനിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കണം. ഡബ്ല്യു ഇൻറ്റു എല്ലിൻ്റെ ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ എടുക്കുന്ന സമയത്ത് 2R ആണ് വരുന്നത്, ഇൻറ്റു 2R. കാരണം യു ഡി എല്ലാണ് പോയിൻറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡബ്ല്യു ഇൻറ്റു എല്ലിലാണ് ലോഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 2WR എന്ന് എഴുതുന്നതാണ് ഞാൻ എഴുതിയ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത് നമ്മൾ ചെയ്യുന്നത് എക്ക് എബോട്ടായിട്ട് അല്ലെങ്കിൽ ബിക്ക് എബോട്ടായിട്ട് നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ എക്ക് എബോട്ടായിട്ടാണ് ചെയ്യുന്നത്. സിഗ്മ എം എ ഈക്വൽ ടു 0. സിഗ്മ എം എ ഈക്വൽ ടു 0 ആണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ബി എടുക്കുക. വി ബി ഇൻറ്റു 2R എന്നാണ് വരുന്നത്. വി ബി ഇൻറ്റു 2R ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. വി ബി ഇൻറ്റു 2R മൈനസ് ആണ് വരുന്നത്. ദെൻ അടുത്ത് വരുന്ന യു ഡി എൽ ലോഡാണ്. യു ഡി എൽ എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് തന്നെയാണ് വരുന്നത്. സോ ലോഡായിട്ട് പോയിൻറ്റ് ലോഡിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഡബ്ല്യു ഇൻറ്റു 2R ആയിരുന്നു. ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയിലാണ് ആക്ട് ചെയ്യുന്നത്? 6 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് നമുക്കവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. നമ്മൾ ചെയ്ത് വരുമ്പോൾ വി ബി ഇൻറ്റു 2R ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു 2R ഇൻറ്റു R. അപ്പോൾ വി ബിയുടെ ആൻസർ വി ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു 2R ഇൻറ്റു R ഡിവൈഡഡ് ബൈ 2R. കട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഡബ്ല്യു ഇൻറ്റു R എന്നാണ്. അപ്പോൾ വി ബി എന്ന് പറയുന്ന ഡബ്ല്യു ഇൻറ്റു R. ഇനി ഈ വി ബിനെ തന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വി എയും കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയാണ്? ഡബ്ല്യു ഇൻറ്റു R ആണ്. അപ്പോൾ വി ബി ആൻഡ് വി എ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു R ആണ്. അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ സെക്ഷനാണ്, നമുക്ക് മനസ്സിലായി. അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ മൂന്നാമത്തെ ഹിഞ്ചിൽ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ ആ ക്രൗണിലുള്ള ഹിഞ്ചിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിഗ്മ എം സി ഈസ് ഈക്വൽ ടു 0. സിഗ്മ എം സി എടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സെക്ഷനാണ്. അപ്പോൾ വി എ ഇൻറ്റു R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും. വി എ ഇൻറ്റു R ദെൻ ക്ലോക്ക് വൈസ് ആണ്. അടുത്ത് ഞാൻ എടുക്കുന്നത് H ഇൻറ്റു R ആണ്. H ഇൻറ്റു R എടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്, മൈനസ് ആണ് വരുന്നത്. ദെൻ ഇവിടെ ആക്ട് ചെയ്യുന്ന ഡബ്ല്യു വരുന്നുണ്ട്. ഡബ്ല്യു എടുക്കുന്ന സമയത്ത് ഡബ്ല്യു R ഇൻറ്റു R/2 ഹാഫ് ഡിസ്റ്റൻസിലാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് ഡബ്ല്യു R ഇൻറ്റു R/2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഫോമിൽ നിന്ന് നമുക്ക് ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂസ് ഉണ്ട്. എച്ചിൻ്റെ വാല്യൂസ് ഡബ്ല്യു R/2 എന്ന് കിട്ടും. നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു, വി എ വി ബി R. ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷനിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം മൊമെൻറ്റ് വരുന്ന പോയിൻറ്റ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഇതിൽ മാക്സിമം മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഒരു XX എന്ന് പറയുന്ന സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇനി ഞാൻ ബാക്കി ചെയ്യാൻ പോകുന്നത്. അതിന് അബൌട്ടായിട്ട് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഈ XX സെക്ഷൻ എടുക്കുന്നത് ഞാൻ ഈ D എന്ന് പറയുന്ന പോയിന്റിലാണ്. അത് ഞാൻ അസ്യൂം ചെയ്ത് എടുക്കുന്നതാണ്. ഡിയിലായിരിക്കും മാക്സിമം മൊമെൻറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് ഞാൻ എടുക്കുന്നതാണ്, അസംഷനാണത്. ഓക്കെ, അപ്പോൾ ഞാൻ MX കാൽക്കുലേറ്റ് ചെയ്യാണ്, മൊമെൻറ്റ് അബൌട്ട് XX ആക്സിസ്. അപ്പോൾ XX ആക്സിന് D എന്ന് പറയുന്ന പോയിന്റിലാണ് എടുക്കുന്ന സമയത്ത് എന്താണ്, വി എ ഇൻറ്റു എക്സ്, വി എ ഇൻറ്റു എക്സ് ക്ലോക്ക് വൈസ്. ദെൻ ഹൊറിസോണ്ടൽ H എന്ന് പറയുമ്പം മൈനസ് H ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, Y ആണ് വരുന്നത്, മൈനസ് H ഇൻറ്റു Y.
ദെൻ അവിടുത്തെ യു ഡി എൽ നോക്കണമല്ലോ. യു ഡി എൽ എങ്ങനെയാണ് വരുന്നത്? എക്സ് ആണ് വരുന്നത്. ഈ ഡിസ്റ്റൻസ് ഡബ്ല്യു ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ആ ഡിസ്റ്റൻസിൻ്റെ പകുതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ല്യു എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് യു ഡി എൽ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്ത് ദെൻ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ലെങ്ത്. ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻ്റ് അബൌട്ട് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇതിൽ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം, വൈ എന്താണെന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം എങ്കിലേ നമുക്ക് ഇനി ഇതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് L/2 മൈനസ് ആർ സൈൻ തീറ്റയാണ്. എൽ എന്ന് പറയുന്നത് R/2 മൈനസ് ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് R മൈനസ് ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. അടുത്ത് y കാൽക്കുലേറ്റ് ചെയ്യണം. H മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. H എന്ന് പറയുന്ന ആറാണ്. R മൈനസ് ആർ പ്ലസ് ആർ കോസ് തീറ്റ. ഓക്കെ, ആർ മൈനസ് ആർ സോൾവ് ചെയ്ത് വരുന്ന ആൻസറാണ് ഞാൻ ഈ എഴുതുന്നത്. ടോട്ടലി നമുക്ക് ലാസ്റ്റ് ആർ കോസ് തീറ്റ എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ വേറെ സ്റ്റെപ്സൊക്കെ ഉണ്ട്, സിംപ്ലിഫൈ ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സും വൈയും എനിക്ക് കിട്ടി. ഈ എക്സും വൈയും ഞാൻ എന്ത് ചെയ്യുക? ഈ മൊമെൻ്റ് അബൌട്ട് എക്സിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിൽ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഡബ്ല്യു ഇൻറ്റു ആർ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ആർ മൈനസ് ആർ സൈൻ തീറ്റ. ഓക്കെ, മൈനസ് ഹെച്ചിൻ്റെ ആൻസർ നമുക്ക് WR/2 എന്ന് കിട്ടി. വൈ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. സോ മൈനസ് ഡബ്ല്യു ഇൻറ്റു വീണ്ടും എക്സ് ആർ മൈനസ് ആർ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ WR²/2 ആണ്. 1 മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഈ ഒരു ഫോമിലാണ് എനിക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ അറിയണമെങ്കിൽ എനിക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ dmx/d(θ) 0 എന്നുള്ള ഫോമിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് WR²/2 ഇട്ട് 1 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 0 ആവും. മൈനസ് കോ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ മൈനസ് മൈനസ് പ്ലസ് ആയി സൈൻ തീറ്റ ആവും. ദെൻ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ വരും? -2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നാണ് വരുന്നത്. =0. ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെ ഞാൻ വീണ്ടും സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് WR²/2 ഇൻറ്റു സൈൻ തീറ്റ ഞാൻ പുറത്തെടുത്തു. 1 മൈനസ് 2 കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി ഞാനിവിടെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സൈൻ തീറ്റ 0 എന്നും അതുപോലെ 1 മൈനസ് 2 കോസ് തീറ്റ 0 എന്നുള്ള 2 ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുന്നു. അതിൽ ഫസ്റ്റ് കണ്ടീഷനിൽ തീറ്റ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ആ ക്രൗൺ പോയിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരും, അല്ലെങ്കിൽ മിനിമം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈൻ തീറ്റ =0 എന്ന് പറയുന്നത് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്നത് രണ്ടാമത് പറഞ്ഞ കണ്ടീഷനാണ് 1 മൈനസ് 2 കോസ് തീറ്റ. 1 മൈനസ് 2 കോസ് തീറ്റ =0. നമ്മൾ ഞാൻ ഇപ്പോൾ മുന്നേ പറഞ്ഞ കോസ് തീറ്റ =0 എന്നും എടുക്കാം, അല്ലെങ്കിൽ 1 മൈനസ് 2 കോസ് തീറ്റ =0 എന്നും എടുക്കാം. അപ്പോൾ സൈൻ തീറ്റ =0 എന്ന് എടുത്താൽ ക്രൗൺ പോർഷനിൽ നമുക്കൊരു മിനിമം വാല്യൂ അല്ലെങ്കിൽ 0 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 1 മൈനസ് 2 കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. ഇനി അതിലൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്നിട്ട് എത്രയാണ് തീറ്റയെന്ന് കണ്ടുപിടിച്ചാൽ മതി. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്നുള്ള രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കിട്ടിയ തീറ്റ നമ്മൾ നേരത്തെ ഇക്വേഷൻ ഇല്ലേ, WR²/2 സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൊമെൻ്റ് അബൌട്ട് എക്സ് WR²/2 ഇൻറ്റു തീറ്റയുടെ സ്ഥാനത്ത് സൈൻ 60 ഇൻറ്റു 1 മൈനസ് 2 കോസ് 60 ചെയ്യുന്ന സമയത്ത് ഫൈനൽ ആൻസർ കിട്ടുന്നത് WR²/8 മൈനസ് WR²/8 ആണ്. അപ്പോൾ എനിക്കിവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. എക്സ് സെക്ഷനിലാണെന്ന് കിട്ടിക്കഴിഞ്ഞു.